കാസർഗോഡിനെ കുറിച്ച് പറയുമ്പോൾ ആദ്യം നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്ന പേരുകളിൽ ഒന്ന് എൻഡോസൾഫാന്റേതാണ്. എൻഡോസൾഫാൻ ദുരന്തബാധിതരായ ഒരുപാട് മനുഷ്യരുടെ കഥകൾ നമ്മൾ കാസർഗോഡൻ ഗ്രാമങ്ങളിൽ നിന്ന് കേട്ടിട്ടുണ്ട്. എന്നാൽ ഇന്ന് ആ മനുഷ്യർ അതിജീവനത്തിന്റെ പാതയിലാണ്. വോട്ടുവണ്ടി ഇന്ന് എത്തി നിൽക്കുന്നത് മുളിയാർ ഗ്രാമപഞ്ചായത്തിലാണ്. മുളിയാർ ഗ്രാമപഞ്ചായത്തിലെ സഹജീവനം സ്നേഹഗ്രാമം. എൻഡോസൾഫാൻ ദുരന്തബാധിതരായ മനുഷ്യരുടെ പുനരധിവാസത്തിനു വേണ്ടി നമ്മുടെ സർക്കാർ ഏർപ്പെടുത്തിയ പദ്ധതി. ആ മനുഷ്യരെ ചേർത്ത് പിടിക്കുകയാണ് ഈ നാട്ടിലെ സർക്കാർ. ജീവിതത്തിൽ ഒരുപാട് ദുരിതങ്ങൾ അനുഭവിച്ച മനുഷ്യരാണ് ഇവിടെയുള്ളത്. അവരുടെ വേദനകളിൽ, സങ്കടങ്ങളിൽ അവരെ ഏറ്റവും കരുതലോടെ ചേർത്ത് നിർത്തുന്ന ഒരു സർക്കാർ സംവിധാനത്തിൻ്റെ മികവ് നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട്. ഈ സഹജീവനം സ്നേഹഗ്രാമത്തിൽ നിങ്ങൾക്കിവിടെ കാണാൻ കഴിയും. ഇതാ ഇവിടെ ഒരു ചേട്ടൻ ഈ തെറാപ്പി ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാൻ കൂടുതലായിട്ട് ഒന്നും പറയുന്നില്ല, അവർ തന്നെ പറയട്ടെ അവർക്ക് ഉണ്ടായ മാറ്റങ്ങൾ, അവർക്ക് കിട്ടിയ നേട്ടങ്ങളൊക്കെ എന്തൊക്കെയാണെന്ന്. ചേട്ടാ നമസ്കാരം, എന്താ പേരെന്താ? കരുണാകരൻ. ഇവിടെ തന്നെയാണോ വീട്? ഇവിടെ തന്നെ. ഇത് എത്ര കാലമായി ഇവിടെ ഫിസിയോതെറാപ്പി? ഇവിടെ ആദ്യം തൊട്ടേ ഉണ്ട്, സ്റ്റാർട്ടിങ്ങിനെ ഉണ്ട്. നല്ല അനുഭവമാണ് എനിക്കുള്ളത്. നല്ല സ്നേഹവും സന്തോഷവും കൂടെ കിട്ടുന്നുണ്ട് എനിക്ക്. ഒരു കൂട്ടുകുടുംബം പോലെ തന്നെ അടുത്ത് ഒരുപാട് മാറ്റങ്ങളുണ്ടായി ഇവിടെ ട്രീറ്റ്മെൻറ്റ് തുടങ്ങി. മാറ്റങ്ങളുണ്ട്. പുറത്തൊക്കെ പോയി ഒരു പക്ഷേ വലിയ പൈസ വലിയ പൈസ മണിക്കൂറിന് 400 രൂപയിലുണ്ട്. അത് നമുക്ക് ഇവിടെ പൈസയൊന്നും ഇതൊന്നും വേണ്ട, ഒന്നും വേണ്ട. നല്ല പെരുമാറ്റം, നല്ല ഇതുണ്ട് ഇവിടെ, നല്ല ട്രീറ്റ്മെൻറ്റ് ഉണ്ട്. എല്ലാ ഐറ്റംസും ഞാൻ ചെയ്യുന്നുണ്ട്. എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. പുറത്തൊക്കെ കിട്ടുന്ന അതേ സൗകര്യങ്ങൾ ഉണ്ട്. സ്ലോട്ട് അനുസരിച്ചാണ് എങ്ങനെയാണ് വരുന്നത്? അതെ സമയം അതിൽ ഓരോരാൾക്കൊരു സമയമുണ്ട്. 10 മണിക്കാണ് എനിക്ക് 11 മണിയായി. ഇങ്ങനൊരു പ്രോജക്റ്റ് ഇവിടെ വരുന്നു എന്ന് പറഞ്ഞപ്പോൾ ഇത്രയൊക്കെ പ്രതീക്ഷിച്ചിരുന്നു? അത്ര നല്ല സന്തോഷമാണ് ഇവിടെ നമ്മുടെ സർക്കാരിനും. ഒരുപാട് സന്തോഷം. സ്ഥാപനങ്ങളുടെ എല്ലാവർക്കും ഒരുപാട് സന്തോഷം. എൻഡോസൾഫാൻ ലിസ്റ്റിലുള്ളതാണല്ലോ ചേട്ടാ? എൻഡോസൾഫാൻ ലിസ്റ്റിലുണ്ട്. ഇവിടെ സ്ഥലം എവിടെയാണ്? സ്ഥലം കല്ലുവളം എന്ന് പറയും. കുറച്ച് മൂലം കുറച്ച് അപ്പുറത്താണ്. ഇതിൻ്റെ ഒരു 2 കിലോമീറ്റർ അപ്പുറം. ഈ എൻഡോസൾഫാൻ്റെ ദുരിതങ്ങൾ ഒരുപാടുള്ള സ്ഥലമാണ്. അതാണ് പ്ലാന്റേഷൻ്റെ അരുവത്തന്നെ ബോർഡറാണ് കശ്മാവിൻ്റെ. ഒരുപാട് പുറന്നുള്ള ആശുപത്രികളിലൊക്കെ ചികിത്സ ചെയ്തിരുന്നു. ഇപ്പോൾ ഈ തെറാപ്പി ഇങ്ങനെ ചെയ്യണമെന്ന് പറഞ്ഞപ്പോഴാണ് ഈ സർക്കാരിൻ്റെ സെൻറ്റർ ഉള്ളതുകൊണ്ട് ഇങ്ങോട്ടേക്ക് വരുന്നത്. അതെ. അപ്പോൾ ഇങ്ങനെയുള്ള ഒരുപാട് അനുഭവങ്ങൾ പറയാനുണ്ട് അവർക്ക്. ഇപ്പോൾ നിങ്ങൾ ഓർത്ത് നോക്കൂ, ഇത് പുറത്തു പോയി ചെയ്യണമെങ്കിൽ ഒരു മണിക്കൂറിന് 300-400 രൂപയാകുമെന്നാണ് ആ ചേട്ടൻ പറയുന്നത്. പക്ഷേ എല്ലാം സൗജന്യമായി ഏറ്റവും മികവുള്ള ഉപകരണങ്ങളുമായി ഇവിടെ ഈ സഹജീവനം സ്നേഹഗ്രാമത്തിൽ ചെയ്തു കൊടുക്കപ്പെടുന്നുണ്ട്. ഇതുപോലുള്ള ഒരുപാട് ആളുകളെ കാണാൻ കഴിയും. കുഞ്ഞുങ്ങളും ഒക്കെ ഉണ്ട് കേട്ടോ ആ കൂട്ടത്തിൽ. നമുക്ക് ഒന്ന് കണ്ട് പരിചയപ്പെട്ട് വരാം. ഇത് ശ്രീലജ ചേച്ചിയാണ്. ചേച്ചിയുടെ മോളുടെ ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയിട്ടാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ മോൾക്കുണ്ടായ മാറ്റങ്ങൾ, ആ ട്രീറ്റ്മെൻറ്റിൻ്റെ മറ്റു കാര്യങ്ങളൊക്കെ നമുക്ക് ചോദിക്കാം. ചേച്ചി, മോൾക്ക് എന്തായിരുന്നു പ്രശ്നം? മോൾക്ക് ജന്മനാ പ്രശ്നമില്ല തന്നെ ബിഹേവിയറിൻ്റെ പ്രശ്നമുണ്ടായിരുന്നു. സ്പീച്ചിൻ്റെ, ഫിസിയോൻ്റെ പ്രശ്നമുണ്ടായിരുന്നു. ഇപ്പോൾ ഇവിടെ വന്നതിന് ശേഷം ഫിസിയോയിലും മാറ്റമുണ്ട്, ബിഹേവിയറിൽ നല്ല മാറ്റമാണ്. ഇതുവരെ ഇതിന് മുമ്പേ തെറാപ്പി കൊടുത്തുകൊണ്ടുണ്ടായിരുന്നു. പക്ഷേ ബിഹേവിയർ ഇവിടെ വന്നതിന് ശേഷമാണ് സ്റ്റാർട്ട് ചെയ്തത്. ബിഹേവിയറിൽ നല്ലൊരു മാറ്റമാണ്. ഇപ്പോൾ ഒരു 6-7 മാസത്തോളമായി വരുന്നത്. പക്ഷേ വന്നതിന് ശേഷം മോൾക്ക് നല്ലൊരു മാറ്റമാണ് ഉള്ളത്. സ്പീച്ച് സ്പെഷ്യലി ഇതിന് മുമ്പ് ചെയ്തിരുന്നു. പക്ഷേ ബിഹേവിയറിലാണ് കൂടുതൽ മാറ്റം വന്നത്. ഇനി ഒക്കുപേഷൻ തെറാപ്പിയും കൂടെ കിട്ടിക്കഴിഞ്ഞാൽ കൂടുതൽ മാറ്റം വരും എന്ന് പ്രതീക്ഷിക്കുന്നു. പിന്നെ പുറത്ത് നല്ലൊരു തുകയാണ്. പക്ഷേ ഇവിടെ ഇങ്ങനെ ഒരു സംവിധാനം ഉള്ളതുകൊണ്ട് നമ്മളെപ്പോലത്തെ ഉള്ളവർക്ക് വലിയൊരു ഗുണമായിട്ടാണ് ഉള്ളത്. എന്നാൽ ട്രാവലിംഗ് ചാർജ് മാത്രമേ വരുന്നുള്ളൂ. ബാക്കി ഇവിടെ എല്ലാം ഫ്രീ ആണ്. പിന്നെ ഇവിടുത്തെ സ്റ്റാഫായാലും അതെ. ഇപ്പോൾ ഇവിടെ തെറാപ്പി ഇവർക്ക് തന്നെ സ്പീച്ച് ഇല്ലെങ്കിൽ പോലും ഇവിടെ എത്തിക്കഴിഞ്ഞാൽ സ്പീച്ചിൻ്റെ സ്റ്റാഫ് ഫ്രീ ആണെങ്കിൽ മാം അവരുടെ അടുത്തേക്ക് നമ്മൾ പറഞ്ഞു വിടും, തെറാപ്പി തരും. അങ്ങനെയാണ്. ഒരുപാട് മാറ്റം ഉണ്ടായില്ലേ? നല്ല മാറ്റമാണ്. മോള് തന്നെ അല്ലെങ്കിൽ ആൾക്കാരുടെ അടുത്ത് കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ആൾക്കാരുടെ അടുത്ത് കൊണ്ടുപോയാൽ കുറച്ചൊരു നമ്മളെ തല്ലോ അങ്ങനെയെല്ലാം പ്രശ്നമുണ്ടായിരുന്നു. ഇപ്പോൾ ഇവിടെ വന്നതിന് ശേഷം നല്ലൊരു മാറ്റമാണ്. അതുകൊണ്ട് നമുക്ക് മനസ്സിന് നല്ലൊരു സന്തോഷമാണ് ഇപ്പോൾ. അപ്പോൾ അവരുടെ ജീവിതത്തിലുണ്ടായ മാറ്റങ്ങളെക്കുറിച്ചാണ് നമ്മളോട് പറയുന്നത്. ഒരുപക്ഷേ നമ്മൾ ഏറ്റവും കൂടുതൽ ഈ വരുന്ന വഴികളിലൊക്കെ പറയുന്നൊരു മാറ്റം, ഒരു വാക്ക് മാറ്റം എന്നതാണ്. കഴിഞ്ഞ ഒരു 9-9.5 വർഷങ്ങൾ കൊണ്ട് ഈ നാട്ടിലെ മനുഷ്യരുടെ ജീവിതത്തിലുണ്ടായ മാറ്റങ്ങളെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. അതുതന്നെയാണിപ്പോൾ ശ്രീലത ചേച്ചിയും നമ്മളോട് പറഞ്ഞത്.
സങ്കടങ്ങളുടെ ഒരുപാട് കഥകളുള്ള മനുഷ്യരെയാണ് നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. പക്ഷേ കഴിഞ്ഞ കുറേ നാളുകളായി അവരൊക്കെ വലിയ തോതിൽ അവർക്കൊക്കെ ആശ്വാസം ലഭിക്കുന്നു എന്നതാണ് ഈ സഹജീവനം സ്നേഹഗ്രാമത്തിൻ്റെ ഏറ്റവും വലിയ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒരു പ്രസക്തി എന്ന് പറയുന്നത്. മറ്റൊരു അമ്മ കൂടി എന്നോടൊപ്പം ചേരുകയാണ്. എന്താ പേര്? മൂകാംബിക. അംബിക. അമ്മ വന്നിരിക്കുന്നത് കുഞ്ഞി 1 വയസ്സ് എൻ്റെ മകളുടെ കുഞ്ഞാണ്. മകളുടെ കുഞ്ഞാണ്. അവള് പിന്നെ കുറച്ച് ലേറ്റായി, പണിയെല്ലാം ചെയ്യാൻ ലേറ്റായി, കഴുത്ത് വയ്ക്കാൻ കുറച്ച് ലേറ്റായി. പിന്നെ 1 വയസ്സ് വരെ കമിഴ്ന്ന് തിരിയുന്നുണ്ടായതേ ഉള്ളൂ. ഇവിടെ വന്നിട്ട് ഇപ്പം 3 മാസം ആവുന്നുണ്ട്. 1 മാസം ആകുമ്പോൾ തന്നെ അവൾ ഇരിക്കാൻ തുടങ്ങി, സ്വയം ഇരിക്കാൻ തുടങ്ങി. പിന്നെ ഇപ്പോൾ പരന്നു പോകുന്നുണ്ട്, മുട്ട കുത്തിയിട്ട് പരന്നു പോകുന്നുണ്ട്, പിടിച്ചു നിൽക്കുന്നുണ്ട് സ്വയം. 3 മാസത്തിനുള്ളിൽ നല്ല മാറ്റമുണ്ട്. ഇപ്പം ചെറുതായിട്ടൊക്കെ നടന്ന ആ രീതിയിലുള്ള ഒരു പ്രായത്തിന്റെ അതിലോട്ടൊക്കെ എത്തി സ്വയം എല്ലായിടത്തേക്കും അവള് പിന്നെ മുട്ട കുത്തി പരന്നു പോകുന്നു. നേരത്തെ ഒരുപാട് സ്ഥലങ്ങളിലൊക്കെ നമ്മൾ ചികിത്സയ്ക്ക് പോയിരുന്നോ? എന്തായിരുന്നു? ഇല്ല, നമ്മൾ ആദ്യമായിട്ട് കേട്ടറിഞ്ഞിട്ട് ആദ്യമായിട്ട് പിന്നെ ചൈൽഡ് സ്പെഷ്യലിസ്റ്റ് അവളോട് പറഞ്ഞതാണ്, ഇവളോട് ഇവിടെ കൊണ്ടുവരാൻ, ഇവർക്ക് തെറാപ്പി വേണം, ഫിസിയോതെറാപ്പി ചെയ്യണം. അങ്ങനെ പറഞ്ഞിട്ടാകുമ്പോൾ 1 വയസ്സ് കഴിഞ്ഞിട്ടാകുമ്പോൾ നമ്മൾ ഇങ്ങോട്ട് കൊണ്ടുവന്നതാണ്. ഇവിടെ പൂർണ്ണമായി സൗജന്യമായിട്ടാണ് ചെയ്തു തരുന്നത്? അതെ, പൂർണ്ണമായി സൗജന്യമായിട്ട് ചെയ്തു തരും. വലിയൊരു ആശ്വാസം തോന്നുന്നുണ്ടോ ഇങ്ങനെ ഒരു സംവിധാനം? തോന്നുന്നുണ്ട്. നമുക്കതൊരു വലിയ ഗുണമായി മാറിയിട്ടുണ്ട്. അതെ, വലിയൊരു ഗുണം തന്നെ. അവരുടെ ജീവിതത്തിൽ അറിഞ്ഞ മാറ്റങ്ങളെക്കുറിച്ചാണ് അവർ നമ്മളോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. ഈ കഥകൾ ഇങ്ങനെ തുടരുകയാണ് ഇവിടെ. അപ്പോൾ സഹജീവനം സ്നേഹഗ്രാമത്തിൻ്റെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കണ്ടറിഞ്ഞു. ഇപ്പോൾ പ്രൊജക്റ്റ് മാനേജർ കൂടിയായ സുരേഷൻ പുതിയടത്ത്, അദ്ദേഹം കൂടി എന്നോടൊപ്പം ചേരുന്നുണ്ട്. നോക്കാം അവരുടെ ലക്ഷ്യങ്ങളിലേക്ക് അവർ മുന്നേറുന്നത് എങ്ങനെയാണെന്ന്. സർക്കാർ ഈ പ്രൊജക്റ്റ് നടപ്പിൽ വരുത്തിയപ്പോൾ ഒരുപാട് ആശയങ്ങൾ, കാഴ്ചപ്പാടുകളൊക്കെ ഉണ്ടായിരുന്നു. അതിലേക്ക് പോകാൻ നിങ്ങൾക്ക് കഴിയുന്നുണ്ടോ? തീർച്ചയായും കഴിയുന്നുണ്ട്. കാരണം ഇപ്പം നമ്മൾ പ്രൊജക്റ്റിൻ്റെ 1-ാം ഘട്ടം മാത്രമാണ് ആരംഭിച്ചിട്ടുള്ളത്. 1-ാം ഘട്ടത്തിൽ തെറാപ്പി സൗകര്യങ്ങൾ മാത്രമാണ്. 2-ാം ഘട്ടത്തിൻ്റെ DPR വിളിച്ചു കഴിഞ്ഞു. 2-ാം ഘട്ടത്തിൽ നമ്മൾ ഇതിൻ്റെ ഒരു എക്സ്റ്റൻഷനും കൂടാതെ റെസ്പൈറ്റ് ഹോം എന്ന് പറയുന്നൊരു സംവിധാനമുണ്ട്. താൽക്കാലിക ഷെൽട്ടർ ഹോം എന്ന് പറയും. അതായത് ഭിന്നശേഷിക്കാരായ ആളുകൾ വീട്ടിൽ ആൾക്കാരില്ലാത്ത സമയത്ത് അവരെ താമസിപ്പിക്കാനുള്ള സംവിധാനമാണ് റെസ്പൈറ്റ് ഹോം എന്ന് പറയുന്നത്. അതാണ് നമ്മൾ 2-ാം ഘട്ടത്തിൽ തുടരുന്നത്. പിന്നെ 3-ാം ഘട്ടവും 4-ാം ഘട്ടമൊക്കെ വരുമ്പോഴത്തേക്ക് ഇവരെ പൂർണ്ണമായും പുനരധിവസിപ്പിക്കുക എന്നുള്ളതാണ് ലക്ഷ്യം. ഇതിനകത്ത് തന്നെ അവരെ താമസിപ്പിക്കാനുള്ള സൗകര്യം ഒരുക്കുക, അവർക്കുള്ള എല്ലാ സംവിധാനങ്ങളും ഇതിനകത്ത് തന്നെ ഒരുക്കുക എന്നുള്ളതാണ് സർക്കാർ ലക്ഷ്യം വെക്കുന്നത്. ഇതിപ്പം ഞങ്ങൾ സംസാരിച്ചപ്പോൾ എല്ലാവരും പറഞ്ഞത് അവർക്കൊക്കെ ഒരുപാട് ഉപകാരമായി, പുറത്ത് ഒരുപാട് പൈസ മുടക്കേണ്ട കാര്യങ്ങളൊക്കെ ഇവിടെ നമുക്ക് വളരെ ഫ്രീ ആയി ചെയ്യുന്നു എന്നാണ്. ഇത് വന്നതിൻ്റെ ഒരു മാറ്റത്തെക്കുറിച്ച് എല്ലാവരും പറയുന്നുണ്ട്. തീർച്ചയായും എല്ലാവർക്കും നല്ല അഭിപ്രായമുള്ളത്. കാരണം ഇവർ അക്കര ഫൗണ്ടേഷൻ എന്നൊക്കെ പറയുന്ന സ്ഥാപനങ്ങളൊക്കെ ഉണ്ട്, അവിടെയൊക്കെ പൈസ കൊടുത്തുകൊണ്ടാണ് അവർ പഠിക്കേണ്ടത്. ഇവിടെ അവർക്ക് സൗജന്യമായിട്ട് സംവിധാനം എടുക്കുന്നു. ഇവിടുത്തെ സ്റ്റാഫ് എല്ലാവരും തന്നെ വളരെ നന്നായിട്ടാണ് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത്. എല്ലാവർക്കും ഒരു കുടുംബം പോലെയാണ് നമ്മൾ, സഹജീവനം ഫാമിലി എന്നാണ് നമ്മൾ പറയുക. എല്ലാവരും കുടുംബം പോലെ തന്നെ പോകുന്നു. എല്ലാ ഭിന്നശേഷിക്കാർക്കും പരമാവധി സേവനം കൊടുക്കുക എന്നുള്ളത് തന്നെയാണ്. അതായത് ഇപ്പോൾ എൻഡോസൾഫാൻ ആണെങ്കിൽ, പുനരധിവാസമാണെങ്കിൽ പോലും ഭിന്നശേഷിക്കാരായ എൻഡോസൾഫാൻ ബാധിതരല്ലാത്ത മറ്റു കുട്ടികൾക്ക് ഉപകാരപ്പെടും. എല്ലാവരും ഉപകാരപ്പെടുത്താം. ഭിന്നശേഷിക്കാർക്ക് മുഴുവൻ ഉപകാരപ്പെടുന്ന തരത്തിലാണ് സ്ഥാപനം മുമ്പോട്ട് പോകുന്നത്. എൻഡോസൾഫാൻ മാത്രമല്ല, എല്ലാവർക്കും കൊടുക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. ഓക്കെ, താങ്ക്സ്. താങ്ക് യു.